ഐറ്റം വേറെ വേദിയിൽ അടുത്ത സ്കിറ്റ് അവതരിപ്പിക്കാനായി എത്തുന്നത് ആരാന്നറിയാവോ? നമ്മുടെ ഷാജി ചേട്ടന്റെ ടീമാണ്. നല്ലൊരു കൈഡി കൊടുത്തോ. സ്വാഗതം ചെയ്യാം ഷാജി മാവേലിക്കര, സുരേഷ് മാമ്പുഴ ആൻഡ് വിനോദ് കൊറിയന്നൂർ. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം. നീ ഇനി ചുമ്മാ നിർത്തിക്കാൻ ഞാൻ പറയട്ടെ. എപ്പോഴും കിടന്ന് വിളിക്കരുത്. ഞാൻ വടക്കേന്ത്യയിൽ MLA കൊണ്ട് വന്നതാ. എന്തിനാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലോടി. എടി ഇത്രയും നാൾ MLA PA ആയിട്ട് ഞാൻ നടക്കുമല്ലായിരുന്നോ? എനിക്ക് ഒരു MLA ആകണം. അതിനുവേണ്ടി കള്ളത്തരം പറഞ്ഞിട്ട് ഈ വടക്കേന്ത്യ നീ നദിയിൽ മുങ്ങി പൊങ്ങിയാൽ പാപം തീരുമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വിട്ടിക്കൊണ്ട് വന്നതാ. പുള്ളിക്ക് മന്ത്രിയാകണം അത്രേ. ഭയങ്കര വിശ്വാസിയാ. ചത്തിലെ ഞാൻ ചവിട്ടി താക്കും. നീ എപ്പോഴും കിടന്ന് വിളിക്കരുത് ഞാൻ പറഞ്ഞേക്കുന്നു കേട്ടോ. എനിക്ക് MLA ആയേ പറ്റൂ. കാട്ടിയേ പോ. ഹലോ, എന്താ? അല്ല ഞാനേ കേരളത്തിൽ നിന്ന് വരുമോ? കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് MLA യുടെ ഒരു കാര്യം ഒരാൾ വിളിച്ചു പറഞ്ഞു. അയാളെ കാണുന്നില്ല. MLA യുടെ കാര്യം മറ്റേ തീർക്കാം. അപ്പൊ നിങ്ങള് അതല്ലേ? ഞാൻ തന്നെ ആണോ? ആളാണ് ഞാൻ. കാര്യങ്ങളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ശരി. നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല. ഇല്ലേ? ഇല്ല. എന്റെ ദൈവമേ, വളരെ ചെറുപ്പം മുതലേ MLA യുടെ വീട്ടിൽ നിന്ന് പഠിച്ച് വളർന്ന് MLA യുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന MLA യുടെ PA ആണ് ഞാൻ. അപ്പൊ തിന്ന ചോറിന് നന്ദി കാണിക്കാൻ വന്നതാ. തിന്നാ പാപം കൊന്നാ തീരുവെന്നല്ലയോ? അതങ്ങനല്ലോ, അത് തിരിച്ചല്ലേ പറയേണ്ടത്? അല്ല, അത് മെനഞ്ഞാന്ന് മുതൽ ഞാൻ തിരിച്ചിട്ടു ഇതിന് വേണ്ടിയിട്ട്. അത് കൊള്ളാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇനി നമുക്ക് സമയം കളയാനില്ല. ഇവിടെ ഒന്നും ആരുമില്ല. MLA വിളി. നമുക്ക് സംഭവങ്ങളെല്ലാം ഏറ്റല്ലോ. ഞാൻ ഏറ്റി. ഇങ്ങനെയാണോ ഒന്ന് ചെയ്യാൻ പോകുന്ന കർമ്മം? ഇങ്ങനെ ചെയ്താൽ കുഴപ്പം? ഉടുപ്പൂരി ഇടുവാ. വിശ്വാസിയാ. വിളിച്ചോ. വേണ്ടേ? നമ്മൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല. MLA സാറേ. ഓ മന്ത്രി സാറേ. എന്തോ വന്നായിട്ട് വേണ്ട. ഇതാ സ്ഥലം. ഞാൻ പറഞ്ഞ പുഴുവായത്. പുഴുവോ? പുഴ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നദിയില് എന്റെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് മുങ്ങി കുളിച്ചാൽ ഞാൻ മന്ത്രിയാകുമല്ലോ? തർക്കമുണ്ടോ? എത്രയോ വിശ്വാസികൾ. അതല്ലയോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഏതായാലും നമുക്ക് ഭാഷ പോലും അറിയാത്ത നാടായത്. അതാ എന്റെ ഒരു സംശയം. നീ അത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം നിന്റെ കൂടെ വന്നിരിക്കുന്ന ആരാ? ഞാനാ. ലോകത്തുള്ള എല്ലാ ഭാഷകളും ഈ കയ്യിലിട്ട് ഞാനിങ്ങനെ അമ്മാനമാടുന്നതാ. ഒരാളെ കണ്ടു കിട്ടിയാൽ മതി. ഏത് ഭാഷക്കാരനാണെങ്കിലും ഞാൻ അവനോട് സംസാരിച്ച് റെഡിയാക്കിക്കോളാം. ഉറപ്പാണല്ലോ അല്ലേ? ആരെങ്കിലും ഒന്ന് കണ്ടു കിട്ടണ്ടേ? ആരെങ്കിലും വരും, കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും വരുമായിരിക്കും. ആർക്കും ഇവിടെ പനിയാന്നല്ലോ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ പനിയാ. എന്നോട് ചോദിക്കാം ഏത് ഭാഷയാന്ന് ചോദിക്കാം. ഹലോ, ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്. ഹലോ, അപ്പൊ തമിഴ് അല്ലടോ, മലയാളം. ദൈവമേ രക്ഷപ്പെട്ടു. എനിക്കും ആ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞല്ലോ മറ്റേ ആര് ഏത് ചോദിച്ചാലും എടുത്ത് അങ്ങ് അലക്ക് വന്നു. അല്ല, നിയമസഭ പറയുന്നതിനോട് തട്ടി അങ്ങ് കയറ്റിയതാ. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പുഴയെ മുങ്ങി കുളിച്ചിട്ട് ഇങ്ങനെ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞാല് മന്ത്രിയാകുമെന്ന് പറഞ്ഞ് നേരാന്നോ? പിന്നെ നേരാണോന്നോ? എത്ര പേരാ ഇവിടെ വന്ന് മന്ത്രിയായിട്ട് പോകുന്നത്? ആണോ? ഇന്ന് രാവിലെ തന്നെ ഒരാളെ ഞാൻ മന്ത്രിയാക്കി അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അല്ല പിന്നെ ഇത് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഈ പുഴയിൽ മുങ്ങിയാൽ ആ പാപങ്ങളെല്ലാം ഒഴുകിപ്പോകുന്ന പുണ്യനദി. ഈ നദിയുടെ പേരെന്തുവാ? പേര് ബിജു നദി. നദിക്കിടാൻ പറ്റിയ പേര് തന്നെ. അല്ല, ഈ ബിജു നദി എന്നൊക്കെ നദിക്ക് പേരിടുവോ? അതായത് സിന്ധു, ഗംഗ, യമുന ഇങ്ങനെ പെണ്ണുങ്ങളുടെ പേരിലാണല്ലോ നമ്മളെ നദികളെല്ലാം അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആണുങ്ങളുടെ പേരിൽ ഒരു നദി വേണ്ടേ? അല്ല, നാട്ടിൽ അച്ഛൻ കോവിലാറുണ്ടല്ലോ. അത് അച്ഛന്മാർക്ക് മാത്രം കുടിക്കാനുള്ള കോവില. അതെ, നമ്മളോട് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. അപ്പം വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, കാര്യങ്ങളൊക്കെ ചെയ്താൻ ഒരു കർമ്മം ചെയ്യുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങനെ ആരെയും അറിയാവോ? ആരാ ഇരിക്കുന്നേ? ആരാ നിങ്ങൾ? ഇവിടുത്തെ എല്ലാം ചെയ്തത് ഞാനാ. ആണോ? ഞാനല്ലേ ഇവിടുന്ന് മന്ത്രിമാരെ പറഞ്ഞു വിടുന്നത്. എനിക്കറിയാം. അല്ല, കേരളത്തിലുള്ള ആളെ കുറ്റിയും പറിച്ച് എങ്ങനെ ഇവിടെ വന്ന് വിട്ടത്? അത് സംഭവം എന്താ അറിയാമോ? ഞാൻ എന്റെ അച്ഛനോട്ടങ്ങ് ഭയങ്കര പിണക്കത്തിലായി. അച്ഛനുമായിട്ട് പിണങ്ങി? അച്ഛനെന്ന് പറഞ്ഞാൽ ഈ കണ്ണി കണ്ടവർക്കെല്ലാം അങ്ങോട്ട് വാരിക്കോരി അങ്ങ് കൊടുക്കും. അവർക്കാർക്കും വാരാനും കോരാനും അറിയത്തില്ലയോ? ദാനം ചെയ്യുമെന്ന് 15 ആനയുള്ള നിറപാടാണേ. കർമ്മം ചെയ്യുന്ന ആളാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെനിക്ക് ക്ലിയറായി. ചെയ്യുന്ന ആളാ. അപ്പോഴേ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോ അച്ഛൻ ഉറക്കം വെച്ച് ശരീരത്ത് മൊത്തം അങ്ങോട്ട് എണ്ണ തേക്കും. എന്നിട്ട് ചാരു കസേരയിൽ വന്നതാണ്ട ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അച്ഛനായിരിക്കത്തില്ല, പച്ചത്തവള വല്ലോ ആയിരിക്കും. ചേടാ, ഈ പുള്ളി ഭയങ്കര തർക്കുത്തരം ഇവിടെ പറയാം. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 15 ആനകളെയും മുറ്റത്ത് ഇങ്ങനെ നേരത്തെ അങ്ങ് നിർത്തും. അഹങ്കാരമില്ലയോ?
അതിന് ഞാനൊക്കെ ഇതിനെ നിരത്തി നിർത്തുന്നേ. പിന്നെ ആനകളെല്ലാം കൂടെ വാരി കൂട്ടിയിടാൻ പറ്റുമോ? ഈ പുള്ളിയും ഭയങ്കര തർക്കുത്തരം. ഇവിടെ തന്നെ പറയാം. ഇങ്ങനെ നിരത്തി നിർത്തുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പ്രഭാകരന്റെ മോൻ വരും. ഒന്ന് കുറേ സങ്കടങ്ങളും ദാരിദ്ര്യവും പറയും. അയ്യോ. അച്ഛൻ വാരിക്കോരി അങ്ങ് കൊടുക്കും. അയ്യോ. ഒരു ഉച്ചയാകുമ്പം പ്രഭാകരൻ വരും. കുറേ സങ്കടങ്ങളും ദാരിദ്ര്യം പറയും. അയ്യോ. അച്ഛൻ വാരിക്കോരി അങ്ങ് കൊടുക്കും. വൈകുന്നേരം ആകുമ്പം പ്രഭാകരന്റെ പെണ്ണുമ്പുള്ള വരും. കാര്യവും സങ്കടവും ഒക്കെ പറയുമായിരിക്കും. ഒരു അക്ഷരം മിണ്ടത്തില്ലല്ലേ? കണ്ടാ മതി. കണ്ണി കണ്ടതും കയ്യിൽ കിട്ടിയതും എല്ലാം വാരിക്കോരി അങ്ങ് കൊടുക്കും. അച്ഛനെന്ത് പ്രഭാകരന്റെ വീട്ടിൽ എങ്ങനെ തറവെടുക്കാൻ നിൽക്കുക? കണക്കായി പോയി. തടവെടുക്കാൻ നിന്നാണോ പിണങ്ങി പോന്നേ? അങ്ങനെ ഞാനിങ്ങി പിണങ്ങി പോരുന്നു. പിന്നെ എനിക്ക് ചെയ്യാവത്തില്ലെന്ന് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം. കർമ്മം ഒന്ന് തുടങ്ങാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് പ്രതിമയെ നോക്കി പ്രാർത്ഥിക്കണം. പ്രതിമയെ നോക്കി പ്രാർത്ഥിക്കണം. പിന്നെ ചെയ്ത പാവങ്ങൾ ഏറ്റു പറയണം. ചെയ്ത പാവങ്ങൾ ഏറ്റു പറയണം. നദിയിലേക്ക് എടുത്ത് ചാടണം. ഇവിടെ എടുത്ത് ചാടണം. ചവിട്ടി അങ്ങ് താക്കണം. അവിടെ താക്കണമെന്നോ? അല്ല, പിന്നെ ഇവിടൊക്കെ ഈ പാപങ്ങള് ഒഴുകിക്കളയത്തില്ലോ, അതിന് ഇവിടെ പറയുന്ന ചവിട്ടി താക്കണമെന്നാ. അത് തന്നെ. നമ്മുടെ അവിടെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധരിച്ചത്. അപ്പൊ പിന്നെ കമ്മീഷന്റെ കാര്യം. കമ്മീഷനോ? അല്ല, ഇവിടൊക്കെ ദക്ഷിണ കൊടുക്കുന്നതിന് കമ്മീഷൻ എന്നാ പറയുന്നേ. നമ്മുടെ അവിടെ അങ്ങനല്ല. അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചത്. അതെ അതെ. അപ്പോ ദക്ഷിണയുടെ കാര്യം നമ്മളങ്ങോട്ട് ഏറ്റിരിക്കുന്നു. MLA ആയി കഴിഞ്ഞാൽ തരും. എടാ കണാപ്പ MLA അല്ല, മന്ത്രി ആയി കഴിഞ്ഞാൽ തരുമെന്ന്. മന്ത്രി ആയി കഴിഞ്ഞാൽ തരും. തരും. അപ്പൊ പ്രാർത്ഥിക്കുക. അല്ല, പ്രാർത്ഥിക്കണം. ചാടുക. പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് ഓക്കെ പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ. ദൈവമേ, എല്ലാ പാവങ്ങളും ക്ഷമിക്കണേ. ഞാൻ എല്ലാ പാവങ്ങളും ക്ഷമിച്ച് ഇങ്ങനെ ആയി കഴിയുമ്പോൾ എന്നെ മന്ത്രിയാക്കണേ, മന്ത്രിയാക്കണേ, മന്ത്രിയാക്കണേ. ആരോടായി പ്രാർത്ഥിക്കുന്നേ? പ്രതിമയെ നോക്കിയാ പ്രാർത്ഥിക്കുന്നേ. അത് പ്രതിമയല്ല. പിന്നെന്തോ? ഈ ഭക്തന്മാര് പുഴ മുങ്ങിട്ട് ഒഴിഞ്ഞിട്ടേക്കുന്ന തുണി കൂട്ടിയിട്ടേക്കുന്ന. ആണ്ട് അതിന് കണ്ണു മൂക്കൊക്കെ ഉണ്ടല്ലോ. കണ്ണും മൂക്കോ? ആ. അതാരാണ്ട് ജട്ടി എടുത്ത് കമത്തിയിട്ടേക്കുന്ന അതിന്റെ മേളിൽ. അയ്യോ, മനുഷ്യന്മാരിലോട്ട് തന്നെ. മനുഷ്യനല്ലയോ ആ ജട്ടി ഉപയോഗിക്കുന്നത്? ആണോ? ആ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ ഈ പാപങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു പോകും, ഒത്തിരി ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എഴുതി എന്റെ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. അഥവാ പാപങ്ങൾ എന്തെങ്കിലും ഞാൻ മറന്നു പോവാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ബുക്കിംഗ് എടുത്തോണ്ട് വരണം. പിന്നെ പ്രകാശ വേറെ കാര്യമുണ്ട്. 10-20 വർഷമായിട്ട് ഞാൻ ഈ പിന്നെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതാ. ഈ 15 വർഷക്കാലമായിട്ട് നീയും എന്റെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ട്. ഞാൻ മന്ത്രിയായി കഴിഞ്ഞാലും നീ എന്റെ കൂടെ തന്നെ കാണണം. അല്ല, നമ്മളെ ഈ മന്ത്രി ആകുന്നതിന് മുമ്പ് ഈ ഐസുകാരൻ മണി അടിക്കുന്നത് നോക്കി പ്രാർത്ഥിക്കണമെന്നുണ്ടോ? ഐസുകാരൻ മണി അടിച്ചായിരുന്നു? അയ്യോ, ഞാനോർത്ത ഇവിടെ നിന്ന് ക്ലാപ്പും പോയിട്ട് പൂജ ചെയ്ത് മണി അടിക്ക് വന്ന. അപ്പൊ ഞാൻ ഈ പാപങ്ങളൊക്കെ മറന്നു പോവാണെങ്കിൽ ആ ബുക്ക് എടുത്തോണ്ട് വരും. പിന്നെ പ്രകാശ വേറൊരു കാര്യമുണ്ട്. പലരും പറയുന്നു ഞാൻ മനുഷ്യനെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയ ഞാൻ ഈ നിലയിലൊക്കെ ആയതെന്ന്. പക്ഷെ ഈ ഞാനുണ്ടല്ലോ, ഒറ്റ മനുഷ്യനെ ഇതുവരെ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്തിട്ടില്ല. അയ്യോ, പുതിയ ബുക്ക് മേടിക്കേണ്ടി വരും. പുതിയ ബുക്ക് എന്തിന്? നടയിൽ നിന്ന് പച്ചക്കള്ളോ എപ്പോഴും പറഞ്ഞേ. എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഊരിട്ടാട്ടെ. എവിടെ പോയി? ഇതൊന്നും ചെയ്തില്ലയോ? ഇല്ല, ചാടിയില്ലെന്ന്. കേറി വരികയും ചെയ്തല്ലോ. ഒരു കാര്യം ചെയ്. പോണ്ട. പൂരം പറഞ്ഞ പുരുഷൻ പിടിക്കുക. ഞാൻ പൂരമല്ല, നാള് പൂടാരം. പൂരാടം. പൂരം പറഞ്ഞ പുരുഷൻ പിടിക്കുക. അതിന് ഞാൻ പൂരപ്പുറത്തെ പുരുഷനല്ല. ശേടാ, നക്ഷത്രം ഏതായാലും ഇവിടുത്തെ പ്രസാദം ഇപ്പൊ ഇതേ ഉള്ളു. ആയിക്കോട്ടെ. അല്ല, ഒരു കാര്യം ചെയ്യ്. പുരുഷന്മാർ ആരായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പിടിക്കാവോ? ഇരിക്കുന്ന ആരാ? ഞാൻ തന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാപങ്ങൾ വിളിച്ചു പറയാ, പുഴയിൽ ചാടുക, ചവിട്ടി അങ്ങ് കൊന്നേക്കുക. ചവിട്ടി കൊന്നേക്കാനോ? നമ്മുടെ പാപങ്ങളൊക്കെ കൊന്നു തീർക്കുമല്ലോ നമ്മള്. അങ്ങനെ പുണ്യം. നമ്മുടെ അവിടെ അങ്ങനല്ല, അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചത്. അപ്പൊ ദക്ഷിണയുടെ കാര്യം MLA കഴിഞ്ഞ് തരും. MLA അല്ലെന്ന് ഞാൻ മന്ത്രിയായി കഴിഞ്ഞ് കൊടുക്കുമെന്ന് പറ. മന്ത്രി ആയി കഴിഞ്ഞാൽ തരുവേ. അപ്പം തുടങ്ങാം. പാപം പറഞ്ഞു ചാടണമല്ലോ. പാവങ്ങൾ ഓരോന്നും കൊണ്ട് പറഞ്ഞേ. ആദ്യ പാപം 1960. അല്ല, 1981. അഭിലാഷ പി ചന്ദ്രകുമാർ ഞങ്ങൾ കണ്ടതാ. എടാ, മറ്റേ ഈ ആദ്യ പാപത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ചെയ്ത ആദ്യത്തെ പാപം 1960. അത് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞ എന്റെ അച്ഛനെന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാ. അച്ഛൻ കരയോന്ന് പറഞ്ഞ എനിക്ക് സങ്കടം. ഞാൻ എന്തും ചെയ്തു കൊടുക്കും. അല്ല, അച്ഛൻ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ഞാൻ ചെന്നപ്പോ കള്ള് കിട്ടാതെ കിടന്ന് കരയുവാ. ഞാൻ എന്തെടുത്തു? ഓടി അപ്പുറത്തെ ചെന്നിട്ട് അപ്പുറത്തെ വീട്ടില് ദിവാകരന്റെ ലിക്കർ എടുത്തോണ്ട് അച്ഛന് കൊണ്ട് കൊടുത്തു. ദിവാകരന്റെ നിക്കർ അച്ഛന് ചേരുവോ? ദിവാകരന്റെ നിക്കറല്ലെന്ന്, ലിക്കർ. എന്റെ ദൈവമേ, ആ പാപം എന്നോട് പൊറുക്കണേ. ദൈവമേ, ഇത്ര പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. രക്ഷപ്പെട്ടേ. അയ്യോ,
എനിക്ക് MLA ആകണേ ഭഗവാനെ, എന്നെ എങ്ങനെയെങ്കിലും MLA ആക്കി തരണേ. എന്തുവാണ് കാണിക്കുന്നത്? ചത്തില്ലേ? ചത്തില്ലയോന്നോ? അല്ലല്ലോ, ഒത്തില്ലേ എന്ന്. ഒത്തല്ലോ, ഞാൻ അവിടെ ചാടിയാണല്ലോ. അല്ല, ചാടിയിട്ട് ഒത്തില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ ചാടിയ ആൾ അവിടെ പൊങ്ങിയത്. അല്ല, ഇവിടുത്തെ ഞാന് രാഷ്ട്രീയക്കാരനല്ലയോ? ഓ, ഞാന് അവിടെ ചാടിയ ഇവിടെ പൊങ്ങത്തുള്ളൂ. അങ്ങനെ ആയിരിയോ? അങ്ങനെ ഇനി അങ്ങനെ തെറ്റരുത്. നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ചാടിയിട്ട് അവിടെ തന്നെ പൊങ്ങിയില്ലെങ്കിൽ ദൈവം കോപിക്കും. അപ്പൊ ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ പോകാം. അത് തന്നെ അങ്ങനെ. അപ്പം അടുത്ത പാപം അടുത്ത പാപം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കൊച്ചുനാളിലെ എന്റെ സ്വന്തം തറവാടിന് തീയിട്ട് കത്തിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് ഫണ്ട് ഞാൻ അടിച്ചു മാറ്റി. ആണോ? എത്ര രൂപ കിട്ടി? 128 രൂപ കിട്ടി. 128 ഗുണമായോ? ഒരു തറവാട് മൊത്തം കത്തിച്ചിട്ട് 128 രൂപയോ? പിന്നെ 4 ഓലയും 2 വാറും കത്തി എന്തോ കിട്ടാനാ? അയ്യ, അതായിരുന്ന തറവാട്. അതായിരുന്നു. ആ പാവത്തിന് വേണ്ടി ചാടണമല്ലോ. ആ ചാവ എന്ന് പറഞ്ഞാൽ ആ പാവം എന്നോട് ക്ഷമിക്കണേ എന്റെ ദൈവമേ. മറ്റേ പുള്ളി ഇപ്പൊ ഇവിടെ ചാടി എന്നിട്ട് അവിടെ പൊങ്ങും. അപ്പൊ അവിടെ എന്നാ പിന്നെ ഞാൻ എനിക്ക് MLA ആയില്ലേ പിന്നെ ഞാൻ തിരിച്ച് വീട്ടോട്ട് എന്നിട്ട് കാര്യമില്ല. പെണ്ണുമ്പിള്ള എന്നെ വാരിയിട്ട് തൊഴിക്കും. തടക്കം കൂട്ടും. ഒരു MLA ആകാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോയ പാപമാണ് സമസ്താപരാധങ്ങളും പൊറുക്കണമേ ദൈവമേ. എന്റെ സാറിനെ ഞാൻ കൊന്തേ. എന്താ കാണിക്കുന്നേ? അല്ല, സാറിന്റെ തലയോട്ടി സാറ് മരിച്ചെന്ന് വിചാരിച്ച് ഞാൻ ചാടി രക്ഷിക്കാം. എന്റെ തലയോട്ടിയോ? സാറിന്റെ തലയോട്ടി ഇവിടെ ഇരിക്കുമല്ലയോ? അതെങ്ങനെ എന്റെ തലയോട്ടിയാ? ലോജിക്ക് നോക്കണം. ലോജിക്ക് നോക്കണോ? അല്ല, ഇതിനകത്ത് ഒന്നുമില്ല അതിനകത്ത് ഒന്നുമില്ല. ആ ലോജിക്കേ ഞാൻ നോക്കിയുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാൻ. വന്നാട്ടെ. എന്തുവാ? ഭഗവാനെ ക്ഷമിക്കണം. സാറ് ചെയ്ത പാപം പറ. ഞാൻ ചെയ്ത പാപം പറയാൻ. അതാ ഞാൻ ചെയ്ത അടുത്ത പാപം എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് 18 മക്കളാ. സാറിന്റെ അച്ഛൻ ചെയ്ത പാപം പറയാനല്ല പറയാം. സാറ് ചെയ്ത പാപം എന്താ വെച്ചാ പറയാ. അതാ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അധികം ഒരു പാവ സ്ത്രീയാ. അവരെന്ന് പറഞ്ഞാൽ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങത്തില്ല, സമയം കിട്ടി കാണത്തില്ല. അങ്ങനെ 18ാമത്തെ മകളായിട്ടാ ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിക്കുകയും ഞങ്ങളുടെ അമ്മ മരിക്കുകയും ഒരുപോലായിരുന്നു. അതുകൊണ്ട് 18 തീർന്നു. അതാ 21ാമത്തെ വയസ്സ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചു. 21ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് ഇലക്ഷനോ? പുഷ്പം പോലെ ഭയങ്കര ഭൂരിപക്ഷത്തെ ഞാൻ വിജയിച്ചു. എങ്ങനെ ജയിക്കാതിരിക്കും? സ്വന്തം വീട്ടിലെ വോട്ട് മാത്രം പോരായോ? അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞപ്പോട്ടല്ലോ ഞാൻ ചെറിയൊരു അഴിമതി അങ്ങ് ചെയ്തു. ചെറിയൊരു കൈയിട്ട് വാരല്ലേ. എവിടെ കൈയിട്ട് വാരി? പഞ്ചായത്ത് അനുവദിച്ച പപ്പുടി കക്കൂസിന്ന്. കൈയിട്ട് വാരാൻ കണ്ട ഒരു സ്ഥലം. ചാടാനോ? ചാടാനല്ല, കൈ കഴുകിയിട്ട് വാ. അയ്യോ, അതല്ലെന്ന്. എടാ, പമ്പുളി കക്കൂസ് അനുവദിച്ച ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ അടിച്ചു മാറ്റിയെന്ന്. പൈസ? ഓ, എന്നിട്ട്? അയ്യോ എന്റെ ദൈവമേ, ആ പാപം എന്നോട് പൊറുക്കണേ. അയ്യോ, ഇപ്രാവശ്യം ഞാൻ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. താറെവിടെ പോയി? താറേ, ഓ ആണ്ടേ. അങ്ങനാണ് എന്നെ കൊണ്ടൊക്കത്തില്ല. പോടുന്നു. എന്നാ പറ്റി? ചാടുന്നിടത്ത് പൊങ്ങണ്ടായി. ഒരിടത്ത് കിടക്കത്തില്ല. എടാ, ഞാനേ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു സുഖമില്ല. ഞാൻ വെട്ടി തിരിഞ്ഞു പോന്നായിരുന്നു. എങ്ങനെ ഞാൻ MLA അല്ല. നമസ്തേ. ആള് വന്നല്ലോ. നടന്നില്ല. ഒരു സൗണ്ട് കേട്ട് എന്നിട്ട് ഒന്നും നടന്നില്ല. ഞാൻ പിന്നെ അബദ്ധത്തിൽ കയറി വരികയും ചെയ്തല്ല. ഒരു കാര്യം ചെയ്യും. അടുത്ത ഈ തർപ്പണം എവിടെ തപ്പണം? ഈ തർപ്പണം പണം ഞാൻ തരാമെന്ന് സാറ് തരും. എടാ, ഇതെന്തോ പറയാനാന്ന് പറ. ഈ തർപ്പണം നീ സംഭവം മനസ്സിലായി. പക്ഷെ അത് അങ്ങനല്ല. കണ്ട, ഇവിടെ അറിയാം. പറഞ്ഞോട്. മൃദംഗം അടിക്കണം. അതല്ലെന്ന്. ഈ നമ്മൾ അച്ഛൻ മരിക്കുമ്പോൾ ചെയ്യത്തില്ലേ? അച്ഛൻ മരിക്കും മൃദംഗം അടിക്കുവാന്നോ? നെഞ്ചത്തടിക്കുമല്ലോ. ഇതെന്തോ പറയാനാന്ന് പറ. നമ്മൾ ഈ കാക്കയ്ക്ക് കൊടുക്കത്തില്ലേ? അച്ഛനെയോ? അച്ഛനെയല്ല, നീ ഉരുള ഉരുട്ടി കൊടുക്കത്തില്ലയോ? ഓ, പിതൃതർപ്പണം. അത് തന്നെ. അത് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലയോ? അപ്പൊ ഞാൻ പോയിട്ട് വരാം. കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇനി നോക്കിക്കോണം കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. കിണ്ടി, തേങ്ങ, പഴം,
കിഴങ്ങ്. അയ്യോ ഒലക്കയുടെ മൂട്. എന്നെ എന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? പിന്നെ എന്റെ അടുത്ത് അഹങ്കാരം പറഞ്ഞാൽ ഞാനും പറയും. ഞാൻ അഹങ്കാരം പറഞ്ഞല്ല, പൂജയ്ക്കുള്ള കിണ്ടിയും തേങ്ങയും പഴവും കൊണ്ടുവരാന്ന് പറഞ്ഞു. അറിഞ്ഞില്ല. എന്നാ പിന്നെ ആ പാവങ്ങളേറ്റ് പറയാ, ചാടുക, കൊന്നേക്കുക. കൊന്നേക്കാനോ? അയ്യോ, പാപങ്ങളെല്ലാം ഹനിക്കുക എന്നാ പറയുന്നത്, കൊല്ലുന്ന. നമ്മൾ അങ്ങനെയല്ല, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പഞ്ചായത്തിന്റെ സംഭവം അല്ലേ പറഞ്ഞു നിർത്തി. ഞാൻ അങ്ങനെ പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞു. പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പഞ്ചായത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. വേറെ ഒരു വണ്ടിയും ഇല്ല. ഭയങ്കര മഴയുണ്ട്. ഭയങ്കര മഴയായി കഴിയുമ്പം ലൈഫിന്റെ കാര്യത്തിന്റെ വീട് എന്തുവാന്ന് അറിയാൻ വേണ്ടി രമണി പഞ്ചായത്ത് ഓഫീസിലോട്ട് നനഞ്ഞു കയറി ഇങ്ങ് വരിക. ലൈഫിൽ അവക്ക് വീട് നമ്മൾ കൊടുക്കത്തില്ലെന്നുള്ളത് അവക്ക് അറിയത്തില്ലല്ലോ. ഞാനൊന്നും ഈ പ്രായമല്ല, ചെറുപ്പമാ. അവളിങ്ങനെ കയറി വരും. ആ ചെറുപ്പത്തിന്റെ തിണപ്പിൽ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കയ്യെ പിടിച്ച് വലിച്ച് ഞാൻ പഞ്ചായത്ത് ഓഫീസിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ കഥവും അടച്ചു. എന്നിട്ടുണ്ടല്ലോ എന്നോട് ദൈവമേ, എന്റെ പാവം എന്നോട് ക്ഷമിക്കണേ. ഇത് പറഞ്ഞു തീർന്നിട്ട് ചാടിയാ പോരാ. ഇപ്പഴേ എന്തിനാ കയറി വന്നത്? അയ്യോ, ചാടിയാ പോരെന്നോ? ഒരു സൗണ്ട് കേട്ട് ചാടിയെന്ന് കൂടെ ചാടി ചവിട്ടി താക്ക് എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? എന്തുവാ? അല്ല, ഒന്നാം തൊഴുകുണ്ണാൻ കഥ പറഞ്ഞു വരുമായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് കേട്ടിട്ട് നമുക്ക് ആലോചിക്കാം. അടുത്തേന് അമ്മ ഞാൻ പോയിട്ട് പഴം ഹിന്ദി കഥയും പറഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യുമെന്ന്. അയ്യോ സാറ് അങ്ങനെ കേറിവാ. അങ്ങനെ രമണിയോട് ചെയ്ത പാപം ഞാൻ അങ്ങ് തീർത്തു. രമണിയോട് ചെയ്ത പാപം ഞാൻ തീർത്തില്ല. നമ്മളെ മൊത്തം പറഞ്ഞില്ലായിരുന്നു. ഞാൻ മൊത്തം കഥയും പറഞ്ഞായിരുന്നു. ഇല്ലെന്ന് മൊത്തം കഥ ഞാൻ പറഞ്ഞായിരുന്നു. എന്നെ പൊട്ടനാക്കരുത് കേട്ടോ. രമണിയുടെ കൈക്ക് പിടിച്ചു, അകത്തോട്ട് ഓടി, കഥ കടച്ചു, അവിടെ വരെ പറഞ്ഞുള്ളൂ. ബാക്കി കഥ ഞാൻ വെള്ളത്തിനടിയിൽ കിടന്ന് പറഞ്ഞായിരുന്നു. കഥയായിരുന്നു ഇല്ലയോ? അല്ല, സൂപ്പർ കഥയായിരുന്നു. എങ്ങനെ മനസ്സിലായി? എനിക്കതൊക്കെ മനസ്സിലായി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന മീനൊക്കെ താണ്ട് ജോഡി തിരിഞ്ഞു തുള്ളി ചാടി പോകുന്നു. സൂപ്പർ കഥയായിരുന്നു. അതുകൊണ്ടാ കഥ. അടുത്ത ദാനം പറഞ്ഞു. അടുത്ത കഥ എന്തോന്ന് ചോദിച്ചാല്, ഞാൻ വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. കണക്കായി പോയി. ചെറിയൊരു മഴയേ ഉണ്ട്. അവിടെ മഴയുണ്ട്. എന്റെ ചേട്ടന്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സുന്ദരി ടീച്ചർ ഇങ്ങനെ കേറി വരിക. ടീച്ചർ കേറി അവൾ ആ വാതുക്കലോട്ട് ഇങ്ങനെ വരിക. അവര് വന്നോളൂ, ഇങ്ങോട്ട് വരുമല്ലോ, നമ്മൾ അങ്ങോട്ട് പോകണ്ട. പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ കേറി വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി ചെന്നിട്ട്, അല്ല അവര് വരുമല്ലയോ, നമ്മൾ പോകേണ്ട കാര്യമില്ല. അല്ല, ഒരു കണ്ടീഷൻ, മൊത്തം പറഞ്ഞു തീർന്നിട്ടേ ചാടാവുള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് ആ വാതിലിന്റെ പുറകിലോട്ട്. വാതിൽ എവിടാ? വാതിലുണ്ട് അവിടെ നിന്നാ മതി. എന്നാ വാതില് പറഞ്ഞാ മതി. വാതിലിന്റെ പുറകെ ഞാൻ ഇങ്ങനെ പമ്മി നിന്നു. അപ്പൊ ടീച്ചർ ഇങ്ങനെ കേറി അകത്തോട്ട് പോയി. ഞാൻ ഈ വാതിലങ്ങ് അടച്ചിട്ട് ഞാൻ അങ്ങോട്ട് ടീച്ചറിന്റെ അടുത്തോട്ട് ചെന്നിട്ട്, ഇതൊന്നും സമ്മതിക്കത്തില്ലല്ലോടാ, പോകരുത്. എന്നാ ഇവിടെ വന്നു. ടീച്ചർ അവിടെ നിൽക്കുന്നു. ടീച്ചറിന്റെ അടുത്തോട്ട് ചെന്നിട്ട് കഥ പടച്ചിട്ടേക്കുമല്ലയോ, ടീച്ചറിന്റെ അടുത്ത് ചെന്ന് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ടീച്ചറിന്റെ മാലയും പൊട്ടിച്ചിട്ട് ഒറ്റ ഓട്ടം ഓടി. എന്നാ എന്താ പറ്റി? ഒരു മര്യാദയൊക്കെ വേണ്ടായിരുന്നു. എന്ത് പാടാ? ചുമ്മാതെ കക്കൂസി കൈയിട്ട് വാരിയതും തേങ്ങ പൊട്ടിച്ചതും ഒക്കെ എന്നോട്. എന്നിട്ട് നല്ല നല്ല രോമാഞ്ചം പഠിക്കുന്ന കഥകളൊക്കെ രോമം പോലും ഇല്ലാത്ത മീനിന്റെ അടുത്ത്. അടുത്ത പറ. ഞാൻ അടുത്ത പാപം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ MLA ആയി. അത് പാപമാണോ? പിന്നെന്തോ? ജനത്തോട് ചെയ്ത് ദ്രോഹം പറ്റി. അങ്ങനെ പറയാതെ ഞാൻ അങ്ങനെ MLA ആയി കഴിഞ്ഞപ്പോൾ ഞാൻ MLA ഓഫീസിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അവിടെ ഒറ്റയ്ക്കാ? ചെറിയൊരു മഴയുണ്ട്. അവിടെ മഴയുണ്ടല്ലേ? അപ്പൊ പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സുധ കേറി ഇങ്ങനെ വരിക. ഒരു മിനിറ്റ്, ചെയ്ത പാപം പറയുവാന്നോ അതോ മുത്തിച്ചിപ്പിയിലെ കഥ പറയുവാന്നോ? ഞാനതല്ല പറഞ്ഞത്. എടാ, സുധ വന്നപ്പോ പ്രൊമോഷന് വേണ്ടി സുധയുടെ കുറച്ച് പൈസ ഞാൻ അടിച്ചു മാറ്റിയെന്നാ പറഞ്ഞേ. അത്രേ ഉള്ളൂ. ആ പാപം പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. എന്താ? അടുത്ത പാപം പറയാൻ വേണ്ടിട്ട് എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. നമ്മുടെ ആ വണ്ടി കത്തിക്കുന്ന ബുക്ക് ആരോടും പറഞ്ഞ് എടുപ്പില്ലേ? എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മുടെ സാറിന്റെ വണ്ടിക്കകത്ത് ബുക്ക് കിടപ്പുണ്ട്. ബുക്ക് ആ ഡ്രൈവറോട് അതിഞ്ഞ് മേടിച്ചോണ്ട് വാ. സുരേഷേ ബുക്ക്. നിനക്ക് അവൻ സുരേഷാന്ന് അറിയാവുന്നേ? അവനെ കണ്ടാൽ അറിഞ്ഞുകൂടായോ അവൻ സുരേഷാന്ന്? അവനെ കണ്ടാൽ അറിയാം സുരേഷാന്ന്. ഞാൻ തെറ്റിദ്ധരിച്ചാൽ ഇപ്പം. ബാബാ സാറേ ബുക്ക് കൊണ്ടുവരുന്നുണ്ടേ. നിന്നോട് ബുക്ക് എടുക്കാനല്ലയോ പറഞ്ഞ? നീ ആഖിരി സാധനം എല്ലാം അവിടെ കൊണ്ടുവന്ന് എന്തോത്തായിരുന്നു? ഞാൻ വണ്ടിയിൽ നിന്ന് ഡ്രൈവർ എടുത്ത് പറഞ്ഞപ്പോ പുള്ളി എടുത്ത് തന്നതാ ബുക്കാന്ന് പറഞ്ഞ്.
ഇതെല്ലാം ബുക്കാന്നോ? പിന്നെ അല്ലാതെ ഞാൻ അന്ന് ചെയ്തിരിക്കുന്ന പാവങ്ങളൊക്കെ 982 ബുക്ക് നിറച്ചെഴുതിയിട്ടിരിക്കുക. വേറെ കാര്യമുണ്ട്, ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇവിടെ എളുപ്പ വഴി വരണ്ടേ. ഞാൻ അങ്ങനെ ചാടുകയും കയറുകയും എനിക്ക് മുട്ടിനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചാടി അവിടെ ഇരിക്കാം. ഇച്ചിരി തണുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. നീ ഓരോ പാപം ഇതിനകത്ത് എന്നോട് പറയുക, ഞാൻ മുങ്ങുക നൂരുക. അപ്പൊ പെട്ടെന്ന് പരിപാടി അങ്ങ് തീരും. 688 എണ്ണം. 688 എണ്ണം. ഒരു സംശയം ചോദിക്കട്ടെ, എത്ര വയസ്സായി? 64. അപ്പൊ ഈ ജന്മം മൊത്തം പാപത്തിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചതാ ഇല്ലേ? അതൊക്കെ അങ്ങനെ പോയാൽ പറ്റും. ഞാൻ അങ്ങോട്ട് ഓരോന്നങ്ങോട്ട് വായിച്ചോണം. ഓരോന്നങ്ങോട്ട് വായിക്കും. ദൈവമേ, എന്റെ പാപം എല്ലാം എന്നോട് ക്ഷമിക്കണേ. ഇപ്പൊ ചാടിയാ കൂടെ ചവിട്ടി താക്ക്. എന്താ ഇതിന്? പുള്ളി മരണത്തിലേക്ക് തന്നെ പോയേക്കുവാ. എന്തുവാ ഇവിടെ മനുഷ്യ ഇന്ന് കൊടുത്തണുപ്പുള്ള ദിവസമാണെന്നറിയാവോ? പ്രായം എത്രയായി? 64. ഇത് മൊത്തം നമ്മൾ വായിച്ചു തീരുന്ന മുമ്പേ മരവിച്ചങ്ങ് ചത്തോളും. അപ്പൊ ഞാൻ MLA ആയി. അത് കൊള്ളാം. അപ്പൊ ഇത് പിടി. ഫസ്റ്റ് പാവം അങ്ങോട്ട് എഴുതിക്കോ. എന്തുവാ? കൂടെ നിൽക്കുന്നവനെ ചതിച്ച് MLA ആയി. ഷാജി ചേട്ടൻ ആൻഡ് ടീം നല്ലൊരു കൈയടി ആദ്യം തന്നെ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. അജേട്ടാ. ഷാജി ആൻഡ് ടീം ഉഗ്ര സ്കിറ്റായിരുന്നു. താങ്ക് യു. മനോഹരമായൊരു സ്ക്രിപ്റ്റ്. അതിൽ നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പുതിയ കൺസെപ്റ്റ്, അതിൽ 3 പേരുടെ ഉഗ്രം പ്രകടനം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ പുതിയ ട്രീറ്റ്മെൻറ്റാണ്. മറ്റ് രീതികൾ കളിക്കുന്ന ഒരു റൂട്ടേ അല്ലാതെ വേറൊരു റൂട്ട് പിടിച്ച് ബാക്ക് ടു ബാക്ക് കൗണ്ടറിട്ട് ഒട്ടും ഡ്രോപ്പായി പോകാതെ നിങ്ങൾ ആ സ്കിറ്റിനെ അങ്ങനെ കൊണ്ടു നിർത്തി എന്നുള്ളതാണ്. അതിനകത്ത് എടുത്തു പറയേണ്ടതാണ് നിങ്ങൾ 2 പേരുടെയും കോംബോ. അതിലേക്ക് ഇദ്ദേഹം വരുമ്പോഴും അതിനകത്തും തമാശ ഉണ്ടാക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് ആരാണ്? നിങ്ങൾ 3 പേരും കൂടെ ആണോ? അതെ, അതാരും വിട്ടുകൊടുക്കില്ല അവർ. 3 പേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തു, നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതി. അത് മാത്രമല്ല, പുതുമയുള്ളൊരു സബ്ജക്റ്റ് കൊണ്ടുവന്നു. അതിനകത്ത് പരമാവധി കൗണ്ടർ നിറച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അസിസിക്ക. രാജണ്ണ, എന്റെയൊക്കെ ഗുരുവാണ് നിൽക്കുന്നത് ഷാജേട്ടൻ. ആ ഗുരു എന്താ പൊളിച്ചേ? സത്യം പറഞ്ഞാൽ മിമിക്രി എന്തെന്നൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഷാജേൻ്റെയൊക്കെ സ്കിറ്റുകളും ഷാജേൻ്റെ സ്റ്റേജ് പ്രോഗ്രാമും ടി വിയിലുള്ള പ്രകടനമൊക്കെ കണ്ടിട്ടാണ് ഞാനൊക്കെ വന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്കിറ്റ് ദൈവമേ നന്നാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, സത്യം. പക്ഷേ ഒരിക്കലും ആ സ്കിറ്റിനെ നശിപ്പിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം നിങ്ങൾ വേറെ പല ചാനലിൽ പോയാലും അവിടെ പോയാലും ആ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോഗ്രാമിൻ്റെ ടേസ്റ്റിൽ നിങ്ങൾ സ്കിറ്റുകൾ ചെയ്യും. ഇവിടെ വന്നാലും ഇവിടത്തെ കള അറിഞ്ഞ് നിങ്ങൾ ഗംഭീരമായിട്ട് കളിച്ചേട്ടാ. നിങ്ങൾ 3 പേര് ഒരു രക്ഷയില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഷാജേട്ടൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ശൈലിയാണ്. നിഷ്കളങ്കമായിട്ട് നിന്നിട്ടുള്ള ആ കൗണ്ടറടി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇനി എന്നും കണ്ടോ വിനോദേ, എടാ നീ ഗംഭീര ആർട്ടിസ്റ്റായി മാറിയേട്ടാ വിനോദ്, സത്യം. ഇപ്പോൾ ഫക്രു ചേട്ടൻ പറഞ്ഞതുപോലെ വിനോദ് ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്, സിനിമയ്ക്കൊക്കെ പറ്റിയ ആർട്ടിസ്റ്റാണ്. എന്ത് ക്യാരക്ടർ കൊടുത്താലും അത് പക്ക ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് സത്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ സുരേഷ് മാമ്പുഴ അളിയ പൊളി. നിങ്ങൾ 3 പേരും കളം നിറഞ്ഞാടിയപ്പോൾ ഈ സ്കിറ്റ് ഗംഭീരമായിട്ട് അങ്ങ് മാറി. ഒരു രക്ഷയിലായിരുന്നു. കൗണ്ടർ സ്ലാപ്സിക്ക് നിങ്ങൾ ആ ചാടുന്നതൊക്കെ ഉണ്ടല്ലോ, ഞാൻ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി. ഒരു രക്ഷ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. നിങ്ങളുടെ സ്കിറ്റ് നന്നായതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. പൊളി. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞ ഒരു ഫ്ലൈയിങ് ആയിരുന്നു അത്. ഒരു ഫ്ലൈറ്റ് എങ്ങനെ ഫ്ലൈ ചെയ്യും, കാരണം അതിങ്ങനെ പതുക്കെ ടേക്ക് ഓഫ് ചെയ്തിട്ട് ശരിക്കും മുകളിലേക്ക് എത്തുന്നത് അങ്ങനെയാണല്ലോ പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റൊക്കെ. ശരിക്കും ഒറ്റ കുതിപ്പല്ലായിരുന്നത്. ഇത് പതിയെ നമ്മളങ്ങോട്ട് സ്കിറ്റിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അത് ഭയങ്കര രസമായിരുന്നത്. കാരണം ആദ്യം വന്നപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പതുക്കെ പിന്നെ നിങ്ങളിലേക്ക് ആയിപ്പോയി നമ്മൾ. അതാണ് ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നണത് ഇതിനകത്ത് എവിടെ കോമഡി ഇല്ല എന്നുള്ളതാണ്. പതുക്കെ കയറിയിട്ട് പിന്നെ ചാട്ടത്തിൽ പിന്നെ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. വിനോദിൻ്റെ 3-4 ചാട്ടങ്ങളും എല്ലാം വെറൈറ്റി ആയിരുന്നു. എല്ലാ ചാട്ടത്തിലും പൊങ്ങി വരുന്നതും എല്ലാം നമ്മൾ ചിരിച്ച് ഒരു അവശതയുണ്ടല്ലോ,
ആ അവശത വിനോദ് ശരിക്കും പ്രകടിപ്പിച്ചിട്ടാ. അവശതയെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുക എന്നുള്ളതാണത്. വെറുതെ അവശതയായിട്ട് കയറി വന്നവരാരും ചിരിക്കില്ല. പിന്നെ വരണത് ഡയലോഗ്, അത് ഭയങ്കര രസമായിരുന്നു. ഒരു വാക്കിലും നോക്കിലും എല്ലാം ഹ്യൂമർ ഉണ്ടായിരുന്നു. ഈ പറയാനുള്ളൊരു കാര്യം ഇപ്പോൾ അജിയൊക്കെ പറഞ്ഞില്ലേ, നല്ല ബാക്കി രണ്ടുപേരും നമുക്ക് അറിയാം. വിനോദിനെ കുറിച്ച് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾക്ക് ഹ്യൂമർ ചെയ്യാനൊരു ഫേസ് വേണം. എനിക്ക് പിന്നെ വിനോദിനെ കാണുമ്പോൾ ഇവിടെ നിന്നാൽ ഒരു വില്ലൻ ലുക്കൊക്കെയാണ് എനിക്ക് കാണാൻ പറ്റണത്. അല്ല, ഒരു വില്ലൻ ലുക്കാണ്. നമുക്ക് സംസാരിച്ചില്ലെങ്കിൽ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നണം. പക്ഷേ നിങ്ങൾ വാ തുറന്നാൽ നിങ്ങളുടെ കൗണ്ടറുകളുണ്ടല്ലോ, ഒരു രക്ഷയില്ലട്ടാ. അതങ്ങനെ വേണം, അങ്ങനെ വേണം. നമ്മൾ വിചാരിക്കാത്ത പോലെ നമ്മളെ ചിന്തിപ്പിക്കണം നിങ്ങൾ. അത് ഗംഭീരമായിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെ വലിയ നടനാവും. 3 പേരും ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരുപാട് തമാശകളുണ്ടായിരുന്നു. തമാശകളെക്കുറിച്ച് നമ്മൾ പറയണേ ഇല്ല. പക്ഷേ നല്ല എന്താണ് അച്ചിട്ട, നല്ല എന്താ പറയുക, നല്ല ഷാർപ്പായിട്ട് ചെത്തി വെച്ച് മിനുക്കിയ ഒരു കിടിലൻ സ്കിറ്റ്. അടിപൊളി, അടിപൊളി, സൂപ്പർ. നല്ല ഗംഭീര കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഗംഭീര മാർക്കും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യം അസിസിക്ക് എടുത്ത് മാർക്ക് ചോദിക്കാം. ഞാൻ 21,000. വിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 1000 രൂപയും കൂട്ടിക്കൊടുക്കും. 22. 22,000. അപ്പൊ 21ഉം 22ഉം 43,000 രൂപയായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കിനി അറിയാം എത്രയാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്രു ചേട്ടാ പ്ലീസ് റിവീറ്റ്. പ്രാർത്ഥിച്ച ആൾക്കാരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. കബഡി ഇതും കൂടി കൂട്ടി എത്രാമത്തെ പാവമാണ്? 75,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്. സൂപ്പർ. ടീമിന് ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ വന്നപ്പോ ഇവരൊന്ന് വരവ് അറിയിച്ചിരുന്നു നമ്മുടെ സ്റ്റേജിൽ അല്ലേ? വീണ്ടും അതാ ഒരു സിൽവർ പഞ്ച്. ഓജിയാണ് ഓഫ് കോഴ്സ് ഷായ് ചേട്ടൻ. ഓഡിയൻസ് സപ്പോർട്ട്. ഓ ചേച്ചി, ചേച്ചി ഒന്നുകൂടെ വിസിലടിച്ചേ. ചേച്ചി ഒന്നും കേക്കട്ടെ, നമ്മൾ കേക്കട്ടെ. ഒരുമിച്ച്. ഓ കിടിലം. ഷാജി, ഈ അടുത്തേ ഷാജി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം കണ്ടു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അല്ല, അത് ഏത് കഥാപാത്രം അഭിനയിച്ചിട്ട് അത് വെച്ചിട്ട് ഫോട്ടോ ഇട്ടാണോ? ഒരു സിനിമ ചെയ്തതിന്റെ അതിന്റെ കഥാപാത്രം അതിൽ. പക്ഷെ അതിൽ ഇത് എഴുതിയതിന് ശേഷം ഒരുപാട് പേര് മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം വന്നത് കണ്ടായിരുന്നോ? ചീത്ത വിളിക്കുന്നതിന് ഒരു പരിധിയൊന്നുമില്ല, അവർക്ക് ഇഷ്ടം പോലെ ആകാമല്ലോ. അല്ല, ഷാജി അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ക്യാരക്ടറാണെന്നുള്ള അല്ലേ? അതെ, ക്യാരക്ടറാന്ന് എഴുതിയിട്ടില്ല. ഒരു പുതിയ ബിസിനസ് കൂടെ തുടങ്ങിയെന്തോ അങ്ങനെ എന്താ പറയുക. കഴിഞ്ഞ അതിന്റെ തലേ ദിവസം ഷാജി എന്നെ ക്യാരക്ടറും ക്യാമറയും എല്ലാം വെച്ച് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല. പിറ്റേ ദിവസം ഇട്ടപ്പം കമന്റ് പ്രൊമോഷൻ സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആയിരുന്നത്. വർഷത്തിലിടയ്ക്ക് അച്ഛനെ പക്ഷെ അതെടുത്തിട്ട് ഒരുപാട് പേര് അതെടുത്തിട്ട് ഒരുപാട് പേര് പറഞ്ഞതെന്നറിയോ, ജീവിക്കാൻ വേണ്ടി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പോസ്റ്ററൊക്കെ ഇട്ടിട്ട് കുറേ പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഷാജിക്ക് നല്ല സപ്പോർട്ടുണ്ട് ജനങ്ങളിൽ നിന്ന്. എന്താ പറയാനുള്ളത്? ചേട്ടാ സിൽവർ പഞ്ച് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷമാണോ എന്നാണ് പക്രു ചേട്ടൻ ഉദ്ദേശിച്ചത്. വളരെ സന്തോഷമാണ്. അല്ലാതെ എനിക്ക് ഈ അമിതമായ ആഹ്ലാദ പ്രകടനമൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് എല്ലാം ഒരുപോലെ. അങ്ങനെ ആഹ്ലാദ പ്രകടനം ഉള്ള ആരെങ്കിലും ഉണ്ട് ഒരാള്? എവിടെ ചെന്നാലും എനിക്കാ. വളരെ സന്തോഷം. നമ്മളെ ഒരു പുതിയ എൻട്രിയിലേക്ക് ഈ നമ്മുടെ ഫ്ലവേഴ്സിലേക്ക് വന്നപ്പം നമ്മൾ ആദ്യം ചെയ്തപ്പോൾ 70 കിട്ടി. കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ സിൽവർ പഞ്ചിലേക്ക് ആകുമെന്ന് ഞങ്ങൾ വന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇത് വന്നപ്പോൾ ഗംഭീരമായിട്ടുള്ള അഭിപ്രായവും സിൽവർ പഞ്ചും കിട്ടി. വളരെ സന്തോഷം. എല്ലാവർക്കും വളരെ സന്തോഷം. സുരേഷ് ചേട്ടാ? ഒരുപാട് സന്തോഷമുണ്ട്. നീ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് 3 പേരെയും പ്രാർത്ഥന. ഞങ്ങളുടെയും പ്രാർത്ഥന ആഗ്രഹം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. അപ്പോൾ ഒരുപാടധികം ചിരി നിറച്ച സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഇവിടെ കോമഡി രാജാക്കന്മാരിലെ 2 പേരും പിന്നെ മാളുവാണ് വരാൻ പോകുന്നത്. നല്ലൊരു കൈഡി കൊടുത്തോ. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ശ്യാം ചേട്ടൻ, ശംഭു ചേട്ടൻ, ഒപ്പം മാളു. വേറെ കാണാൻ വയ്യതേ പോട്ടാ. ആ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയില്ലേ. എന്റെ വീട്ടിൽ നിന്ന് ആരും സഹകരിക്കത്തില്ലെന്ന് അറിയാലോ. ഏതായാലും പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ മാമൻ ഇന്ന് വരാൻ നേരിട്ടുണ്ട്. ആ, ഇന്ന് വൈകുന്നേരം തന്നെ. പിന്നെ മമ്മിയില്ലേ, മമ്മിയുടെ ആ എഴുത്തും കുന്തിരിനൊക്കെ എന്തൊക്കെയോ കഥകളും കവിതകളും ഒക്കെ എഴുതുന്നുണ്ട്. അതിന്റെ പ്രകാശനം നാളെ. മന്ത്രിമാരൊക്കെ വരാന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മാമൻ വരുന്ന കാരണം ഞാൻ ഹാപ്പി. മമ്മിയുടെ പുസ്തകത്തിന്റെ ആ ഒരു കാര്യം കാരണം മമ്മി ഹാപ്പി. കുറച്ച് കഴിയുമ്പോ വരും. ആ, മാമൻ വരുമ്പോ ഞാൻ വിളിക്കാം. ശരിയെന്നാ, ഓക്കെ.
മാമ എത്ര നാളായി മാമ കണ്ടിട്ട്? പല്ലേ പൊതഞ്ഞു പോയതാ. പിന്നെ അവളെ സുഖമായിട്ടിരിക്കുന്നോടി. സുഖമായിട്ടിരിക്കുന്നു. ഇതെങ്ങനുണ്ട്? അല്ല ഇതെന്തോ ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇതെന്തോ ഇത് ഇവിടെ വരെ വരുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ വന്നു ഞാൻ നാണക്കേടല്ലേ മാമ? അയ്യോ, ഇതുപോലെ ഇല്ലാതെ വരുമ്പോഴാണ് നാണക്കേട്. നമ്മൾ അങ്ങനെ വരും. എന്തെന്നറിയാൻ കൂടി, നമ്മൾ ഇല്ലായ്മക്കാര്, നമ്മൾ പാവപ്പെട്ടവര്. പക്ഷെ നീ ഇപ്പൊ നിന്നെ കെട്ടിയ ചെറുക്കന്റെ വീട് ബംഗ്ലാവാണ്, അവര് കാശുകാരാണ്. അപ്പൊ നമ്മളെപ്പോഴും മോശക്കാരാവാൻ പാടില്ല. സാധാരണക്കാരെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ അപ്പുറത്ത് നമ്മുടെ മേരിയില്ലേടി, മേരിയുടെ ഇളയ ചെറുക്കന്റെ 2 റെയിൻ കോട്ട് കൂട്ടി തയ്ച്ച്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് ക്രിസ്മസ് വരുവാണെങ്കിൽ ക്രിസ്മസ് പപ്പാടെ ഇത് മേടിച്ച് മഞ്ഞളി മുക്കിയെടുക്കുന്നു. പക്ഷെ ഈ പ്രശ്നം കിട്ടിയല്ല, അങ്ങനെ എടുത്തത്. കൊച്ചെ ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണല്ലോ കൊച്ചെ. ഇവിടെ മൊത്തം വെള്ളക്കെട്ട്. പുതിയ ടൈൽ ഇട്ടേക്കുന്ന ഓരോ സ്റ്റൈല് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ വെള്ളക്കെട്ടാന്ന് പറഞ്ഞ തുണിയെല്ലാം കൂടെ പൊക്കി പിടിക്കാനേ. അതാണോ പറഞ്ഞത്? പിന്നെ കൊറേ നാൾ കൂടി കാണുമല്ലേ. നമ്മുടെ അയൽവക്കത്തൊക്കെ എന്തുകൊണ്ട് വിശേഷം? എന്തുവാ അയൽവക്കത്തെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ അപ്പുറത്തെ പിന്നെ മറ്റേ സർക്കാർ ആശുപത്രിയിലായിരുന്നു, അവിടെ പുതിയൊരു ലേഡി ഡോക്ടർ വന്നു. അത് പെണ്ണെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോ എനിക്കറിയാവോ ഇതുപോലെ. ഞാൻ പിന്നെ കാണിച്ചില്ല. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പൊ ശാരദ ചേച്ചിക്ക് കുഴപ്പമില്ല. പക്ഷെ അവരുടെ അമ്മ ദാക്ഷാണി അമ്മയില്ലേ, അവർക്ക് അപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട്, കാരണം വലിവും ശ്വാസമുട്ടിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ മെനഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നിലവിളി ഒച്ചയൊക്കെ. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ കാണാൻ ഈ ദാക്ഷാണി അമ്മ ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് നോർമലായി കിടക്കുക. അയ്യോ, നമ്മൾ നോക്കിക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് അനിയുടെ ഓട്ടോ വിളിച്ച് അതേ തട്ടി കയറ്റിയിട്ട് നേരെ പൊക്കോണ്ടിരുന്നപ്പോ ഇങ്ങനെ പോകും. അപ്പൊ അനി പുറമോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അണ്ണാ ഇത് പ്രശ്നമില്ല, കാരണം ഇപ്പൊ ഇച്ചിരി സീരിയസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴായി എനിക്കൊരു സമാധാനമായത്. പറഞ്ഞു ഞാൻ എന്തോരം ദൈവത്തെ വിളിച്ചെന്നറിയുമോ, അവിടുന്ന് നേരെ ആശുപത്രി കൊണ്ടുവന്ന് കയറ്റിയതും പെട്ടെന്ന് അങ്ങ് നോർമലായി അവർക്ക്. പിന്നെ ഞാൻ അതിലെ ഡോക്ടർ എന്തൊക്കെയാ ഇഞ്ചക്ഷൻ വെച്ചപ്പം ഇപ്പൊ ദൈവഭാഗ്യം എന്ന് പറഞ്ഞാലോ, ഇപ്പൊ ഇച്ചിരി സീരിയസ് ആയിട്ട് കിടക്കുക. അതാ ഒരു സമാധാനം. ഇപ്പൊ കുഴപ്പമില്ല, അവർ സീരിയസ് ആയിട്ട് അവിടെ കിടന്നു. അവിടെ കിടക്കുകയല്ലേ വിഷയമുള്ള കേസില്ല. പിന്നെ കുറെ നാളോടി കാണുമല്ലേ. എന്തായാലും ഞാനേ ദീപകേട്ടന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അതല്ല, നമ്മൾ വരാതിരുന്നിട്ട് നിന്റെ അച്ഛനും അമ്മയെ പിണങ്ങിയിരിക്കുന്നു, വരാതിരിക്കുന്നത്. അപ്പൊ മാമനായ ഞാൻ ഇത്രയും ഡെമ്പിസ് അടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളല്ല സംസാരിക്കേണ്ടത്. ദീപകിന്റെ അച്ഛനോട് വരാൻ പറയും. ആണുങ്ങൾ സംശയം. അച്ഛൻ നേരത്തെ പോയി. ഇവിടെ പോയി മരിച്ച മേളിലോട്ട് പോയി. പിന്നെ എല്ലാരും ബാക്കി മരിച്ചു കഴിഞ്ഞാൽ മേലോട്ടല്ല, പിന്നെ അയൽവക്കത്തെ വീട്ടിലോട്ടാണല്ലോ ചെന്ന് കയറുന്നത്. അതാണോ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ മമ്മിയാ നോക്കുന്നത്. ഞാൻ മമ്മിയെ വിളിക്കാം. മമ്മി ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഓടി വാ. നാളെയാണ് ഭയങ്കര പണക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? സംസാരിക്കണ പോമറേനും പട്ടിയൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓ നാടനാ. മാമിയോ ഇതോ? അതൊരു കാര്യം പേപ്പറിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ കഥകൾ. നാളെ മീറ്റിംഗ് നടക്കുമ്പോൾ മന്ത്രിമാരും MLA വരും. ഞാനിത് പേപ്പർ മാത്രമേ കഥയായിട്ട് കാണിക്കൂ. മറ്റന്നാൾ മാത്രമേ പ്രിന്റ് അടിച്ച് പുസ്തകം കൊണ്ടുവരുള്ളൂ. അറിയാലോ? ഓക്കെ. കടിക്കുവെല്ലാം ചെയ്യാന്തോ? ഉപദ്രവിക്കത്തില്ല. പാവച്ചാരാ? അയ്യോ, അത് ആരും വെച്ചല്ല. ഇതേ നമ്മക്കുള്ള ജന്മന. എന്തെന്നെ പാവച്ചാരാന്ന് ചോദിച്ചാ അത് തന്നെയല്ല. നിങ്ങളാ കിടന്ന് വാവച്ച, ഞാനല്ല വാവച്ച. അതാണോ ഞാൻ പറഞ്ഞിട്ട്? ഇതാരാ വാവച്ചേ? ഓമന. അവിടെ മാമനാ. എനിക്ക് ഡൗട്ടോ. എന്നെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അയ്യോ, ഇത് ശ്യാമള അമ്മ തങ്കച്ചി. 3 പേരോടെ ഒറ്റടിക്ക് കൊണ്ടുവരുവാ. അതാ എന്റെ പേരാണ് ശ്യാമള അമ്മ തങ്കച്ചി. ഒരു കാര്യം ചെയ്യ്, മാമൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് പോവാ. അതാ ഒരു മര്യാദ. ഇതിനു മുമ്പ് എവിടെയോ വെച്ച് നല്ല പരിചയം. കോട്ടയം വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാൻ വിളിച്ചു വന്നില്ല. ഇപ്പൊ അതാണോ? കോട്ടയത്ത് വന്നിട്ടുണ്ടോ? കോട്ടയത്ത് ഞാൻ വന്നിട്ടുണ്ടോ? കോട്ടയത്ത് ഞാൻ വരും. ഞാനും കോട്ടയത്ത് വരും. അത് ശരി. അക്ഷരങ്ങളുടെ നാടല്ലേ കോട്ടയം? അതെ. പുസ്തകത്തിന്റെ കാര്യങ്ങളായി നമ്മൾ കോട്ടയത്ത് വരും. പുസ്തകങ്ങൾ എടുക്കും, നമ്മൾ പഠിക്കും. പുസ്തകത്തിൽ എന്താ ഉള്ളത്? കുടതകളായ ജീവിതം, പാതാളമായ കവികൾ, വരികളുടെ അന്തസ്സത്ത്, നമ്മൾ എല്ലാം പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ അറിവ് തേടുന്നത്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ഇവള് ഒളിച്ചോടിയ സമയത്ത് നമ്മൾ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ തമ്മിൽ എന്തോ ഈച്ചാപ്പേച്ച ഉണ്ടായില്ലേ? ഈച്ചാപ്പേച്ച ഉണ്ടായില്ലേ? മനസ്സിലായില്ല. പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായില്ലേന്ന്. അത് പറ, അങ്ങനെ പറ.
ഒന്ന് ആലോചിച്ച് അക്ഷര നഗരിയായ കോട്ടയം പുസ്തകത്തിൽ അക്ഷരം ഈ കൊച്ചിനെ പിടിച്ചുടക്കൊണ്ട് ഈ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ചെറിയ സംസാരം ഉണ്ടായി. അതിന് പറഞ്ഞോ ഗീച്ചാപ്പേച്ചാണ്. അതിന് ഗീച്ചാപ്പേച്ചാന്നാണോ പറഞ്ഞത്? ചെറിയൊരു ഏക്കച്ചക്കൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊന്നും ഇത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? ഇത് സ്റ്റൈലാണ്. എഴുതി വെക്കണം. അയ്യോ ഞാൻ എഴുതാറുണ്ട്. അതല്ല, ഇത് സ്റ്റൈലാന്ന് ഇവിടെ എഴുതി വെക്കണം. അയ്യോ അതല്ല, ഞാൻ എഴുത്തിന്റെ ഭാഗങ്ങളായിട്ട് അമേരിക്കയിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, ഈജിപ്തിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, ജപ്പാനിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും. വല്ലവും വിളിച്ച് പറഞ്ഞിട്ട് അവസാനം ഇവിടുത്തെ എയറിലെ സ്റ്റൈലായിട്ട് ഇങ്ങനെ കടന്ന് കറങ്ങും. അത് ആലോചന വേണം. പിന്നെ ഗ്രീസിൽ പോയിട്ടുണ്ടോ? ഗ്രീസിൽ മാത്രം പോയിട്ടില്ല. പോകണ്ട. എന്നിട്ട് വേണം ഗ്രീസ് എല്ലാം കൂടെ വാരി തല വെക്കാൻ. കേട്ടാ, അതങ്ങനെ ചെയ്യൊന്നും വേണ്ട. ഇത് ബെർഗണ്ടിയാണോ ഞാൻ അടിച്ചിരിക്കുന്നത്? ബെർഗണ്ടിയാണോ? മനസ്സിലായില്ലേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ വാരി കെട്ടി ഇവിടെ ഒരു മുഴ പോലെ കെട്ടി വെക്കണം. എന്തിന്? അതാകുമ്പോ ബെർഗണ്ടിയാന്ന് മനസ്സിലായില്ലേലും പറങ്ങാണ്ടിയാന്നെങ്കിലും വിചാരിച്ചോളൂ. മിമിക്സ് ഗാനമേളയിലുണ്ടായിരുന്നു 2 വർഷം. ഗ്രൂമിങ് വേണം. എന്തിന്? തുപ്പലി തെറിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തായാലും ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അപ്പൊ ഇതിന്റെ കൂടെ 2 കൊമ്പൂടെ വെക്കാത്ത എന്ത്? എന്തിനാ? അതാകുമ്പോ മൂക്കേറിട്ട് കഴിഞ്ഞാൽ സിന്ധു പശുവിന്റെ കറക്റ്റ് ഫിഗർ ചെയ്യാം. ഗൂഗിളിൽ തർജ്ജമയുണ്ട്, അല്ലാതെ വേറെ മാർഗമില്ല മനസ്സിലാക്കാൻ. ഇരിക്കാം. ഇരുന്ന് സംസാരിക്കാം. ഇരിക്കാം. ഞാൻ എന്തെന്നറിയാമോ, ഞാൻ എന്തിനാ അങ്ങനെ ഇരിക്കണേ? അത് മതി. മോളുടെ വീടല്ലേ? അതെ. നമ്മുടെ അതിഥിയല്ലേ? ഇരുന്നോളൂ. അല്ല അത് വേണ്ട, ഇത് മതി. കേറി ഇരുന്നോളൂ. ഇങ്ങനെ ഇരുന്നോളൂ. അല്ല ഇങ്ങനെ മതി. ഇരുന്നോളൂ. കേറി ഇരുന്നോളൂ. അല്ല ഇങ്ങനെ മതി. അത് കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല ഇരുന്നോളൂ. ഈ ലോഡിങ്ങിന്റെ പരിപാടി ഉണ്ടാ? മനസ്സിലായില്ല. ഒരു സൈഡിൽ നിന്ന് കയറ്റുമ്പോ അടുത്ത സൈഡിൽ നിന്ന് ഇറക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിലാണ് സങ്കടം. ദീപക്ക് നിങ്ങളുടെ മോളെ പ്രേമത്തിലായി. അതെ. ഇവിടെ വിളിച്ചോണ്ട് വന്നു. 4 ദിവസമാണ് ഞാനും ദീപകന്റെ അച്ഛനും ആ ഇരുട്ട് മുറിയിൽ അറിയാതെ. അല്ല അങ്ങനെ ഒന്നും അറിയത്തില്ല, പിന്നെ ഒരു ദിവസം കഴിയുമ്പോ ഇങ്ങനെ ഇറങ്ങണം. വെറുതെ ഈ 3 ദിവസം എന്തിനു കളഞ്ഞ? ഇരുട്ട് മുറിയാതാ. വിഷമം കൊണ്ടിരുന്നല്ലേ പറഞ്ഞ? വിഷമം കൊണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ അവിടെ കൊച്ചിന്റെ വീട്ടിലും അവിടെ എല്ലാം വിഷമവും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ചെറിയ തർക്കമുണ്ട്. എന്താണ് കാര്യം? ശരി, നമ്മൾ സാധാരണക്കാരി, പക്ഷെ ഇംഗ്ലീഷ് വെച്ചുള്ള ഈ വാക്ചാരുത എനിക്ക് പിടിക്കത്തില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. കാര്യം ശരി, പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് ഹിന്ദി അറിയാം. ഞാൻ കുറെ ആൾ വെൽഡിങ്ങിന്റെ പണിയായിട്ട് ബോംബെയിലായിരുന്നു. ബോംബെയിൽ പോയെന്ന് പറഞ്ഞൊക്കെ ഹിന്ദി പറയാൻ പറ്റും? ബോംബെ പോയാൽ ഒരാൾക്ക് ഹിന്ദി നിസ്സാരമായിട്ട് പറയാൻ പറ്റും. കുത്തേക്ക വെച്ചേ എന്തെങ്കിലും വെച്ചാ അതാ ഞാൻ പട്ടിണിയായിട്ടിരിക്കണ. എനിക്കറിയാം ഹിന്ദി. ഹമാരെ രാഷ്ട്രഭാഷ ഹേ ഹൈ ഹോ ഹൗ ഹം. എല്ലാം അറിയാലോ. ഈ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. എന്താണ്? ഒളിച്ചോട്ടവും കഴിഞ്ഞ് അവരിവിടെ വന്നു. ഒരു സങ്കടമാണ് നമുക്ക് ഏൽപ്പിച്ചത്. എന്ത്? നിങ്ങളൊരു വ്യക്തിനെ സത്യം മനസ്സിലാക്കണം. എന്റെയും ദീപകിന്റെ അച്ഛന്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗർഭിണിയായത്. നമ്മുടെ അവിടെയൊക്കെ അങ്ങനല്ല കേട്ടാ. കാരണം ഈ കല്യാണം ഉറപ്പിക്കാൻ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ ആയിട്ട് വരും കൊച്ച്. അല്ല അങ്ങനെ തന്നെ. പിന്നെ എല്ലായിടത്തും അങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, അത്രയ്ക്ക് സങ്കടം ഉണ്ടെന്ന്. ശരി. ചായ കൊണ്ടുവരുമോ? ചായ കൊണ്ടുവരട്ടെ. ചായ കുടിച്ചിട്ടേ. ചായ കൊണ്ടുവരും. ചായ ഇറക്കി വെക്കത്തില്ല, ഞാൻ കയറ്റി വെക്കാം. അല്ല ഇതെന്താ ഇങ്ങനെ? വീട്ടിൽ അതിഥികൾ വന്നാൽ എനിക്കൊരു ചായ പതിവ. പിന്നെ സമയം എന്തായി? 12. ഇതെന്താ ഇങ്ങനെ? എന്റെ അടുത്ത് കണ്ണന്തിരിവ് കാണിച്ചാൽ ഇതെന്റെ ഒരു പതിവാ. മിണ്ടായിരിക്കുന്ന മിണ്ടത്തില്ല അവള്. അല്ല എന്തെന്നറിയാമോ, അവള് ഗർഭിണിയായിട്ടിരിക്കുന്ന കൊച്ചിക്ക് ഒരുപാട് നേരം നിർത്തണം ഓർത്ത് ഞാനും വിചാരിച്ചു നീ അങ്ങനെ. അതല്ല, ഞാൻ ഇരിക്കുമ്പോൾ അവൾ സംസാരിക്കാറില്ല. ഒരു കാര്യം ചെയ്യും, 10 മിനിറ്റ് എണ്ണിച്ചില്ലേ, ഞങ്ങൾ ചാനൽ സംസാരിക്കട്ടെ. അതല്ലെന്ന് 10 മിനിറ്റ് നിങ്ങൾക്ക് കുടുംബക്കാർക്ക് സംസാരിക്കാം, അത് കഴിഞ്ഞ് പൊക്കോളണം. ശരി. 10 മിനിറ്റ് എന്റെ തോന്നാൻ ഞാൻ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഇടും. അങ്ങനെ ഇച്ചിരി സമയം കൂടി പോയാലാ? ഞാൻ 10 മിനിറ്റേ തരുള്ളൂ, ബാക്കി ഉണ്ടെങ്കിൽ കയ്യിൽ നിട്ടോ. ഓക്കെ. എങ്ങനെ ഉണ്ട്? ഞാൻ പിടിച്ചിരുന്ന കണ്ട. ഇത് റെയിൻകോട്ട് വെറുതെ ആയില്ലല്ലേ? മാമൻ എന്നെ കാണാനായിട്ട് എത്ര നാള് കൂടി ഇങ്ങോട്ട് കയറി വന്നത്? എന്നിട്ട് എന്തെങ്കിലും എനിക്ക് കൊണ്ടുപോകുന്നു? ഇങ്ങനെയാണോ വരുന്നത്? പിന്നെ ഗർഭിണിയാണെന്ന് പറഞ്ഞൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ വരാൻ പറ്റും? അങ്ങനെയാണോ മാമ പറഞ്ഞേ? ഗർഭിണിയായ ഒരു പെങ്കൊച്ചിനെ കാണാൻ വരുമ്പോഴേ ആയിരിക്കും. ഞാൻ നിന്നെ കാണാൻ വരുമ്പോ ഞാൻ മാമ എന്തെങ്കിലും ഇല്ലാതെ വരും. എന്നിട്ട് അത് കൊള്ളാം. ഒന്നുമില്ലാതെ ഞാൻ വരുമെന്ന് പോലും. ഇതെന്തൊരു കൊള്ളയെന്ന് പറ. ഉണ്ട്. എന്തുവാ? നോക്ക്. ഏറ്റവും ഇഷ്ടമുള്ള ഉഴുന്നുപടാ. അയ്യോ മാമ, ഈ സമയത്ത് എനിക്ക് ഇതൊന്നും കഴിക്കാൻ വയ്യ. അല്ലല്ലോ കുഴപ്പമില്ല, കഴിക്കുമ്പോൾ നല്ലതാ. ഇല്ല, ഇത് മൊത്തം എണ്ണയല്ലേ, കുഞ്ഞിന് കൊളസ്ട്രോൾ ഒക്കെ വരും, എനിക്ക് ഛർദ്ദിക്കാനൊക്കെ. ഇതൊക്കെ എണ്ണ പലഹാരം കഴിയും, എന്നാലേ കൊച്ചോന്മാരും മെഴാന്നിരിക്കത്തുള്ളൂ. നീ എനിക്ക് വയ്യ, എനിക്ക് എന്റെ സ്മെല്ല് വയ്യ. എണ്ണ ഇല്ലാതെ ഞാൻ കഴിക്കായിരുന്നു. എണ്ണ കുഴപ്പമില്ല കഴിക്കാൻ. എനിക്ക് വേണ്ട,
അയ്യോ എനിക്ക് പറ്റത്തില്ല സ്മെല്ല്. ഇത് എന്തോ ചെയ്യാൻ എണ്ണ മാറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാം. ഞാനിത് കൊണ്ടുവരികയും ചെയ്തു. അതാണ് എനിക്ക് കഴിക്ക് ഇന്നല്ല കണ്ട്. ഇത് പോയല്ലോ. നല്ലോണം പോകും പോയി മാമ. കഴിക്കാൻ അങ്ങോട്ട്. നീ പെട്ടെന്ന് കഴിക്കാം. ഞാൻ പിതുക്കി തരാം. ഓരോ പേപ്പർ വെച്ച് എങ്ങനെ ഇത് മൊത്തം കളഞ്ഞ് എണ്ണ നമ്മളെന്താ ടെക്നിക്കാത്. കാരണം നമ്മൾ ഈ പേപ്പറിൽ വെച്ച് ഇങ്ങനെ അമുക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എണ്ണ പോകും. കഴിക്കാൻ ഞാൻ പിതുക്കി തരാം. അല്ല പേപ്പറിൽ വെച്ചിട്ട് ഇവിടുത്തെ അക്ഷരമൊക്കെ. അക്ഷരോ? അതെന്തോ അക്ഷരം? ഏതിനകത്തിട്ട് ഇവിടുത്തെ പേപ്പറിലടി ഞാൻ അതിനകത്ത് ഇങ്ങനെ ഇത് ഏത് പേപ്പറാ മാമൻ എടുത്തത്? ഇവിടുത്തെ പേപ്പർ. അയ്യോ ഇത് നാളെ അമ്മ പ്രകാശനം ചെയ്യാൻ വെച്ചിരുന്നതാ. പ്രകാശനം വേറെ ഇത്തിരി പേപ്പർ കൊടു എന്നും പറഞ്ഞ് ഇതെടുക്കുന്നത്. പ്രകാശനല്ല, അമ്മയ്ക്ക് എഴുത്തും ഇതൊക്കെ ഉള്ള. നാളെ മന്ത്രിമാരെയൊക്കെ വെച്ചിട്ട് വലിയ ഫംഗ്ഷൻ വെച്ചേക്കും ഇത് പ്രകാശനം ചെയ്യാൻ. എന്റെ ദൈവമേ, അവര് വന്ന അവര് ഭയങ്കര കർക്കശക്കാരിയാ. ഞാനാണ് ഇവിടെ ജീവിക്കേണ്ടത്. മാമന് ഒറ്റ കാരണം വരണ്ടായിരുന്നു ആരും ഇങ്ങോട്ട്. അങ്ങനൊന്നും പറയല. ഞാനിപ്പോ എന്തോ ചെയ്യാൻ? മമ്മ ഇങ്ങോട്ട് കയറി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയും മാമ? നാളെ 4 മണിക്ക് തന്നെ സംസാരിച്ച് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഓരോന്നും സംസാരിച്ച് ഇങ്ങനെ മോളോട് സങ്കടപരമായി എന്തെങ്കിലും പറഞ്ഞു കാണും. കരയുന്നു. കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കാര്യങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലോ? എല്ലാം കഴിഞ്ഞല്ലോ? പോണില്ലേ? കുറവില്ല. നമുക്ക് എന്തെന്നറിയാമോ, എനിക്ക് ഒരു കുറവോള് വരുത്തിയില്ലെന്നുള്ള. പക്ഷെ എന്തെങ്കിലും കുറവുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തു. എനിക്കെന്ത് കുറവ്? സമൂഹത്തിൽ നമുക്കൊന്നും കുറവായിട്ടില്ല. എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ ആ ഉണ്ടായതിൽ എന്തെങ്കിലും പോയാൽ തന്നെ അതൊരു കുറവല്ല. നമുക്കെല്ലാം ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ മനസാക്ഷി എന്ന് പറയുന്നത്. നമ്മൾ കുറെ കൂട്ടി വെക്കും, ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോകും. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതാണ് അതിന്റെ കാര്യം. അതാണ്. പിന്നെ കട വേണം. ജീവിതം ഇതാണ് എന്റെ കറക്റ്റ് രൂപം. ഇനി അത് വിടാം. അതെന്താറിയാമോ, ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിക്ക് വേണ്ടി ചെയ്ത ഞാൻ ചെയ്ത. നാളെ 10 പേരുടെ മുമ്പിൽ കാണിക്കുന്ന കവിത എന്റെ കവിത. ഞാൻ എന്താറിയാമോ, കൊച്ചിന് കൊളസ്ട്രോൾ എണ്ണ പ്രകാരം തിന്നാൻ വരുമെന്ന് പറയുമ്പോൾ അപ്പൊ കൊച്ചിന് കൊളസ്ട്രോൾ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നത്. തനിത്ത് പരിപാടികളെ കാണിച്ച നാളെ മന്ത്രിമാരും MLA മാരും വരുന്നതല്ലേ. ഇത് വെറും പുസ്തകമല്ല, നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി എഴുതി വെച്ചൊരു പുസ്തകമാണ്. സത്യങ്ങൾ തുറന്നു പറയട്ടെ എന്നുള്ള എന്റെ പുസ്തകം. അല്ലെങ്കിൽ ഇത് മന്ത്രിമാര് വരുമ്പോൾ കറക്റ്റ് 4 മണിക്ക് അങ്ങനെ പ്രകാശനം ഉണ്ടോ? ഉണ്ട്. 4 മണിക്ക് പ്രകാശനം. ഞാൻ പേടിക്കണ്ട, എഴുതാനുള്ള സമയം കിട്ടും. ഏതെങ്കിലും മന്ത്രിമാർ ഇതുവരെ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ? എനിക്ക് നമുക്ക് സമയം കിട്ടും. ഞാനിനി എന്ത് ചെയ്യും? തുന്നിയിട്ടിരിക്കുന്നത് എന്റെ ജീവിതം. അല്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ യാത്ര ചെയ്തിട്ടൊക്കെ എഴുതി വെച്ച ഈ പേപ്പറാന്നുള്ള എന്നോടൊരു വാക്ക് പറഞ്ഞത്. വല്ലതും എടുത്ത് കൊടുക്കുമ്പോ ആലോചിക്കണോ? ചിന്തിച്ചിട്ട് ചെയ്യണം. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്നെയാണ് പറയുന്നത്. ഈ റെയിൻകോട്ട് പിടിയടി. ഞാൻ ഇതൊന്ന് നോക്കട്ടെ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്തു തരാം. നമ്മുടെ ഒരു കയ്യബദ്ധം വന്നു പോയില്ല. അതാ ഞാൻ അല്ല ഇവര് കഷ്ടം എൻ്റെ തെറ്റാ. എത്രയോ രാജ്യങ്ങൾ അവർ സഞ്ചരിച്ചിട്ട് അതിന്റെ എഴുതി വെച്ചിരിക്കുക. ഇത്രയും യാത്ര ചെയ്ത പൈസ എന്തോരം ചെലവായി. അപ്പൊ ഞാൻ തന്നെ മോളെ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ വായിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞാൻ ചെയ്തു തരും. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മൗറേഷ്യയിലാണ്. അവിടെ ഭീമാകാരമായ ഒരു മതിൽ കാണാം. അതിന്റെ ചുറ്റും കുറെ സ്ത്രീകൾ നിൽക്കുന്നു. എന്റെ കൂടെ ഒരു ഈജിപ്തുകാരനുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ ക്യാമറ ചലിപ്പിക്കുന്നത്. അത് ശരി, സവാരി ചാനൽ കണ്ടിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര മൊത്തം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണം. അവിടെ നീ കള്ളത്തരം പറഞ്ഞു. ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നോവലിലും പറഞ്ഞത് സത്യങ്ങൾ തുറന്നു പറയുന്നു. പക്ഷേ എന്നോട് ഇനി സത്യം തുറന്നു പറയണ്ട. ഞാൻ ചാനലുകാരെ വിളിക്കും, അവരോട് അങ്ങ് സത്യം തുറന്നു പറഞ്ഞാൽ അവര് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ അവർക്കും മനസ്സിലായില്ല. പക്ഷേ സിറ്റുവേഷൻ ആപ്റ്റാണ്. ഓടി സിദ്ധി പശു. അങ്ങനെ അമ്മാവനും അമ്മായിയമ്മയും മരുമകളും ഒക്കെ ചേർന്ന് എത്രത്തോളം നമ്മളെ ചിരിപ്പിച്ചു എന്ന് നമുക്കറിയാം. പക്രു ചേട്ടാ? ശ്യാമേ, ശംഭു, മാളു ഉഗ്രനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഥ അതിൽ പിടിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കൗണ്ടറുകളുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ശ്യാം നിരാശപ്പെടുത്തിയില്ല. ശ്യാമിൻ്റെ സ്ഥിരം പവർ അതുപോലെ ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ ക്യാരക്ടറുകൾ മാറ്റി പിടിക്കുകയും ചെയ്തു. അതായത് സ്ഥിരം കളിക്കുന്ന ഒരു കളിക്കകത്ത് കുറച്ച് ഇളകിയും കുറച്ച് സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വരും. അത് വിട്ടിട്ട്
കുറച്ചുകൂടി ഒന്ന് അടക്കവും ഒതുക്കമൊക്കെ വരുത്തിയിട്ട് അതിനകത്ത് നിന്നിട്ടാണ് ശ്യാം കളിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ശ്യാമിലെ നടനെ നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ശംഭുവിലേക്ക് വന്നാൽ ശംഭു ഇങ്ങനെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത് തള്ളുവാണ് മനോഹരമായി. കാരണം അതിനകത്ത് എന്തെല്ലാം വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും അതേക്കുറിച്ചിട്ടാണ് ശംഭു ഇപ്പം ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ശംഭു വളരെ വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ടോ? അല്ല, അത് മാത്രം ഇതിനകത്ത് ഉഗ്രൻ തോട്ടുണ്ട്. കാരണം ഇങ്ങനെ ആദ്യമായിട്ടൊരു പെൺകുട്ടി വരുന്നു, ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ആവണം എന്നുള്ള രീതിയിൽ ആ ഒരു കഥാപാത്രത്തിന് മനസ്സിലിട്ടിട്ട് അത് ത്രൂ ഔട്ട് ശംഭു മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. മാളുവും നന്നായി, കാരണം ആ കറക്റ്റ് ക്യാരക്ടർ അതുപോലെ തന്നെ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ്, മറ്റേ അത് എടുത്തിട്ട് ആ പേപ്പർ പോകുന്നു. ആദ്യം വെറുതെ ഒന്ന് പറഞ്ഞിട്ടിട്ടുള്ളൂ, ബ്രില്യൻ്റായിട്ട് ആ പേപ്പർ അവിടെ ഒഴിവാക്കിയിട്ട് ശംഭു കടന്നുപോയത്. അങ്ങനെ എല്ലാ തരത്തിലും ടോട്ടാലിറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു ചേട്ടാ. അസീസിക്ക ചെങ്കളെ, സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും വലിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയുടെ അമ്മാവൻ, അമ്മായി, പിന്നെ പെൺകുട്ടി, നിങ്ങൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിയില്ല ഈ സ്കിറ്റിൽ. പിന്നെ ശ്യാമ് വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നറിയാമോ? ഇപ്പോൾ പ്രേക്ഷകർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? നിനക്ക് ജോലികൾ കൂടി വരികയാണ് ശ്യാമേ. ഇനി നീ ഉത്തരവാദിത്തം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഉഴപ്പാൻ പറ്റില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെയെങ്കിലും നീ സൂചിപ്പിച്ചേ പറ്റൂ. കാരണം ഉത്തരവാദിത്തം. പക്ഷേ ഒരിക്കലും നീ നിരുത്സാഹപ്പെടുത്തിയതുമില്ല. വളരെ മനോഹരമായിട്ട് തന്നെ നീ കൈകാര്യം ചെയ്ത്. നീ എന്താണ് ഇങ്ങനെ വരുന്നുവെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. നീ വരുമ്പോൾ തന്നെ ഞങ്ങൾ നോക്കിയത് ബിച്ചേട്ടാ ദാ വരുന്നുണ്ടെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. വളരെ മനോഹരമാണ് ശ്യാം. നീ പതിവ് പോലെ നിന്നെ പറയേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ഏത് ടീമിൻ്റെ കൂടെ ആയിരുന്നാലും ആ ടീമിൻ്റെ നെടുന്തൂണ് നീ തന്നെയാണ്. പിന്നെ നമ്മൾ ഐറ്റം വേറെയിലെ ഇപ്പം നമ്മളെ ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റൻ ധോണി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ് നീ നമ്മളെ ഐറ്റം വേറയിൽ. പിന്നെ ശംഭു, ചില സ്കിറ്റുകൾ ചീറ്റിപ്പോയാലും അതിനെ കയറ്റിക്കൊണ്ടുവരാൻ പെടുന്ന പെടാപ്പാടുള്ളൂ ശംഭു. വരാലുപോടെ കിടന്ന് പിടയ്ക്കും ചില സ്കിറ്റുകൾ. ശംഭുവും തകർത്തു. അതുപോലെ മാളുവും നൈസായിട്ട് പെർഫോം ചെയ്തു. വളരെ മനോഹരമായിട്ട് സ്കിറ്റായിരുന്നു. പിന്നെ നിങ്ങളുടെ ഏറ്റവും പ്രത്യേകിച്ച് ശ്യാമിൻ്റെ അടിക്കുന്ന കൗണ്ടറിലൊന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം ശ്യാം അടിക്കുന്ന കൗണ്ടറല്ല, സാധാരണ സംസാരിച്ചു പോകണം. പക്ഷേ ആ സംസാരം കൊണ്ട് നമ്മളെ പ്രേക്ഷകരെ ഞങ്ങളെ ചിരിപ്പിക്കുകയാണ് ശ്യാമിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. ഓൾ ദ ബെസ്റ്റ്. 3 പേരും പൊളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. കിടിലം കേട്ടോ. താങ്ക് യു അഭിജിക്കുട്ടൻ ചേട്ടാ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. ഇപ്പോൾ അസീസ് പറഞ്ഞത് കൂട്ട് നമ്മൾ നീ ഒരുപാട് ഇനിയും ചിരിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്യാമും ടീമും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് എനിക്ക് 100 അടിക്കണം അല്ലെങ്കിൽ 75 അടിക്കണം 80 അടിക്കണം എന്നല്ല, ഒരു നിലവാരത്തിൽ താന്നു പോകാറില്ല. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാറുള്ള ഒരു ടീമാണ് ശ്യാമിൻ്റെ ടീം. ശ്യാമിൻ്റെ കൂടെ നിൽക്കുന്ന ശംഭു ആയാലും മീനു ആയാലും ഒക്കെ എല്ലാവരും. കാരണം നമ്മളൊരു മീഡിയത്തിന് താഴെ ഇതുവരെ പോയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നല്ല എഫേർട്ട് എടുക്കുന്ന ആളുകളിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ഈ സ്കിറ്റും പതിവ് പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ മോളെ കെട്ടിച്ചു വിട്ടാണ് വലിയൊരു വീട്ടിലാണ്. ശംഭുവിൻ്റെ കാര്യം പറഞ്ഞാൽ ശംഭു ഈ നാടൻ കഥാപാത്രങ്ങൾ മുണ്ടക്കൊടുത്ത് ചെയ്യുന്ന ആ സാധനത്തിന് വേറൊരു ആക്ഷൻ സംഭവങ്ങളാണ്, കുറച്ചും കൂടി വൈഡ് സാധനമാണ്. പക്ഷേ ഇത് നല്ല ആപ്റ്റായിരുന്നു കേട്ടോ. കാരണം ഒരു വലിയൊരു VIP ടീമിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഇത്തിരി കൂടി ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊഫൈലുള്ള ഒരു വീട്ടിലെ ഒരു എന്താണ് പറയുന്നത് ഒരു മേഡം, അതാണ് കാര്യം. അവരുടെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, പക്ഷെ അവരുടെ പുറം ജാടയുണ്ടല്ലോ, അത് കറക്റ്റായിരുന്നു കേട്ടോ. അത് പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. ഞാനവിടെ വെൽഡിങ്ങിന് പോയിട്ടുണ്ട്. കുത്തേക്ക പെച്ചെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു മീനിങ് വേറെ ആണെങ്കിലും ഒരു ചീത്ത മീനിങ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഉച്ചക്ക് എന്തെങ്കിലും വെച്ച അതിനനുസരിച്ചുള്ള മീറ്ററിലുള്ള തമാശ ഗംഭീരമായിരുന്നു. മാളുവിന് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ലെങ്കിലും മാളുവും നല്ല ഗ്രാൻഡായിരുന്നു. ഈ പറഞ്ഞോട്ട് ക്ലൈമാക്സ് നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. ബിജുകുട്ടൻ ചേട്ടാ, എന്നാ ചേട്ടൻ തന്നെ ആദ്യം മാർക്ക് കൊടുത്ത് തുടങ്ങിക്കോ. ഞാനൊരു 15 മാർക്ക് കൊടുക്കാം. 15,000. അസീസിക്കയോ? ഞാൻ ഒരെണ്ണം കൂട്ടി 16. 16. അപ്പം 15ഉം 16ഉം 31,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. പക്രു ചേട്ടൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം എത്രയാണ് ടോട്ടൽ. ഒട്ടും വൈകിക്കുന്നില്ല. 68,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. നല്ല ഒരു തുക തന്നെയാണ് അല്ലേ? പിന്നെ അപ്പം എപ്പോഴും പഞ്ചുകളല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നല്ല തുകകൾ നമുക്ക് നേടാം. ഇടയ്ക്കിടയ്ക്ക് വേണം. പഠിക്കൂ. ശരി, അപ്പൊ നമുക്ക് കൂടുതൽ പഞ്ചുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ശരി.
അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാരും ഒരുമിച്ച് ഒരുപാട് ചിരിച്ചു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ല ഇന്നത്തെ എപ്പിസോഡ്? അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിരിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വരാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.